ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിൽ ഭരണപക്ഷത്തിൽപ്പെട്ട ഒരു MLA തന്നെ ആഭ്യന്തര വകുപ്പിലെ ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾ ചിലത് വസ്തുതാപരമാണെന്ന് തോന്നിക്കുന്ന തരത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തി അതേക്കുറിച്ച് ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കുകയും വസ്തുതാപരമായി അതിനെ നേരിടുകയും പ്രതികരിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെ ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയും കേവലം ഒരു ജനപ്രതിനിധിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിനെ കാണാൻ കഴിയില്ല എന്നും വസ്തുതാപരമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അതിൻ്റെ നിജാവസ്ഥ വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നും നിസ്സംശയം പറയുകയുണ്ടായി. അതുമാത്രവുമല്ല, പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയായിരുന്നു. ഒരന്വേഷണവും അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്തുതിക്കുകയുമായിരുന്നു ചെയ്തത്. പോലീസ് മേധാവികളുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായ പല സംഗതികളും ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു ആരോപണം. അതിൽ വളരെ വസ്തുതാപരമായിട്ട് സാധാരണക്കാർക്ക് ബോധ്യമാകുന്ന ഒന്ന്, ക്രമാതീതമായ സ്വത്ത് സമ്പാദ്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ തെളിവായി ഭരണസിരാ കേന്ദ്രത്തിന് അടുത്തു തന്നെ അദ്ദേഹം ഒരു ബഹുനില മന്ദിരം പണിയുന്നു എന്നുള്ള വസ്തുതയാണ്. വളരെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക വരുമാനം കൊണ്ട് സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമല്ല നടക്കുന്നത് എന്ന് മാധ്യമങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അത് വസ്തുതാപരമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച യാതൊരു അന്വേഷണമോ പരാമർശമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ്. ഇതുമാത്രമല്ല, വളരെ മുമ്പ് തന്നെ മുൻ മന്ത്രിയും മുൻ MLAയുമായ VS സുനിൽകുമാർ അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരം കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബോധപൂർവം തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് ADGP ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിങ്ങിൽ ചില പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ആ നിയന്ത്രണങ്ങളുടെ അനന്തരഫലം എന്നോണം പല പ്രശ്നങ്ങളും പൂരത്തിനിടയിലുണ്ടായി. അത് സാധാരണ പൂരപ്രേമികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലാവുകയും ചെയ്തു. ADGPയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തൃശ്ശൂർ പോലീസ് മേധാവിക്കാണെന്നും അദ്ദേഹത്തിൻ്റെ അപക്വമായ നിലപാടുകളും അതുപോലെ തന്നെ തീരുമാനങ്ങളുമാണ് തൃശ്ശൂർ പൂരം കൂടുതൽ സങ്കീർണമാക്കിയതെന്നും പൂരം സാധാരണഗതിയിൽ നടത്താൻ കഴിയാതിരുന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുമാത്രവുമല്ല, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളും അതുപോലെ തന്നെ പൂരത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള അവരുടെ തീരുമാനവും കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കി എന്നും സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടി PV അൻവർ MLA ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഈ ആക്ഷേപങ്ങൾ VS സുനിൽകുമാർ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ ആ ആക്ഷേപങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിലായിരുന്നു PV അൻവറിൻ്റെ ആക്ഷേപം.
അതിനെക്കുറിച്ച് DGPയുടെ റിപ്പോർട്ട് ഉടനെ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒക്ടോബർ 3 വരെയാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീയതിയെങ്കിലും ഈ ആഴ്ച തന്നെ അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ്, ഇങ്ങനെയൊരു റിപ്പോർട്ട് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ADGPയെയും അതുപോലെ തന്നെ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഒക്കെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പൊതുവേദിയിൽ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തിയത്. തീർച്ചയായിട്ടും കുഴപ്പത്തിൽ ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് സ്വാഭാവികമായ ഒരു അന്വേഷണം നടത്തി നിജാവസ്ഥ വെളിപ്പെടുന്നതിന് മുമ്പേ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പോലീസ് അധികാരികളെ കൂടുതൽ കുഴപ്പത്തിൽ ആക്കിയിരിക്കുകയാണ്. സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് ശേഷം മുഖ്യമന്ത്രി കുഴപ്പക്കാരല്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളെ സംബന്ധിച്ച് എതിരായ ഒരു അഭിപ്രായം ആഭ്യന്തര വകുപ്പിന് പോലീസ് മേധാവികൾ കൈമാറാനിടയില്ല എന്ന തരത്തിലാണ് വിദഗ്ധർ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന കാലത്ത് ആഭ്യന്തര വകുപ്പ് കൂടുതൽ കാര്യക്ഷമവും അതുപോലെ തന്നെ കുറ്റമറ്റത് ആക്കാൻ ശ്രമിക്കുന്ന പതിവ് ഉണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. PV അൻവർ എന്ന MLA ഒരുപക്ഷെ പരസ്യ പ്രസ്താവനയിലൂടെ തൻ്റെ ആരോപണങ്ങൾ വെളിപ്പെടുത്തിയത് അല്ലാതെ അതിനൊരു ഫലം കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് നയിച്ച സംഭവങ്ങൾ സ്വാഭാവികമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. വസ്തുതാപരമായി ആ ആരോപണങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതും ഒരു അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം. പക്ഷേ കൃത്യമായ ഒരു അന്വേഷണമില്ലാതെ തന്നെ ആഭ്യന്തര വകുപ്പ് ആരോപണം ഉന്നയിച്ച വ്യക്തികളെ സംബന്ധിച്ച പ്രസ്താവന നടത്തുന്നത് തികച്ചും ന്യായവിരുദ്ധമാണ് എന്നുള്ള അഭിപ്രായമാണ് സാധാരണ ജനങ്ങൾക്കും ചില പാർട്ടി അണികൾക്കും ഉള്ളത്. ആരോപണം ഉന്നയിക്കപ്പെട്ട വസ്തുതകൾ അതുപടി നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയാനുള്ള ബാധ്യത ആഭ്യന്തര വകുപ്പിനുണ്ട്. അത് ഒരു അന്വേഷണത്തിന് മുമ്പേ അല്ലെങ്കിൽ DGPയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ വെളിപ്പെടുന്ന അല്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കണമെന്നുള്ള ചില സൂചന നൽകുന്ന തരത്തിലായി പോയത് ഖേദകരമായി എന്നൊരഭിപ്രായം വിദഗ്ധർക്കിടയിൽ ഉണ്ട്. ഇത് ഇടതുപക്ഷത്തിലെ മുഖ്യ ഘടകകക്ഷിയായ CPIക്ക് തീർച്ചയായും യോജിക്കാൻ ഇടയുള്ള ഒരു സംഭവമല്ല. പല കാര്യങ്ങളിലും ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടായാലും ഒക്കെ വ്യക്തത വേണം എന്നാവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ് CPI. CPIയെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായം പറയാനുള്ള അവസരങ്ങളിൽ അവരത് പറഞ്ഞിട്ടുമുണ്ട്. DGPയുടെ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശങ്കകൾ കുറേയൊക്കെ പരിഹരിക്കപ്പെടുമെന്നും ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തികൾ കുറ്റകരമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.